വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു വീക്കെൻഡിലുള്ള ലഞ്ച് കഴിക്കാൻ പോയപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോയും പ്ലസ് എനിക്ക് ഷെയറിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് ഫ്രീ പ്രൊഡക്ട്സിൻ്റെ ഹോൾ വീഡിയോ ആയിട്ടാണ്. സോ ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ആദ്യം നമുക്ക് ഷാരംഗ ഭോജനശാലയിൽ പോയിട്ടുള്ള വീഡിയോ കാണാമല്ലേ. അതായത് ആക്ച്വലി നമ്മൾ സൺഡേ എണീക്കാൻ ഭയങ്കരമായിട്ട് ലേറ്റായിപ്പോയി. അപ്പോൾ വേഗം കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വേഗം റെഡി ആയിട്ട് ഞങ്ങളൊന്നും കഴിച്ചില്ല. നമ്മൾ വിചാരിച്ച് അടിപൊളിയായിട്ട് ബ്രഞ്ചാക്കി വെക്കാമെന്ന് കരുതിയിട്ട് ഒരു 11:30 11:45 ആയിട്ടോ നമ്മൾ അവിടെ എത്തിയപ്പോൾ. ഉച്ചയായിട്ടുണ്ടെങ്കിലും ഞാൻ ദോശയാണ് ഓർഡർ ചെയ്തത്. അടിപൊളിയാണ് ഇവിടുത്തെ ദോശ, വലുതാണ്. പിന്നെ ആദ്യം കഴിച്ചത് നല്ല സ്പെഷ്യൽ ബിരിയാണി, അതിൽ മഷ്റൂമും പനീറൊക്കെ ഉണ്ടായിരിക്കും. ഹസ്ബൻഡ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്പെഷ്യൽ വെജ് മീൽ, അത് നല്ല ടേസ്റ്റാട്ടോ. അതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ കുടിച്ച് നമ്മളവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. ഇനി നമ്മുടെ കമ്മിങ് ബാക്ക് ടു ദ ഷെയ്ൻ ഹാൾ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എനിക്ക് ഷെയ്നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ കുറച്ച് പ്രൊഡക്ട്സ്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അതെങ്ങനെയാണെന്നല്ല, ജസ്റ്റ് നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നിങ്ങൾക്കും ഇത്രയും പ്രൊഡക്ട്സ് ഫ്രീ ആയിട്ട് കിട്ടാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സോ ഫസ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ഷർട്ടാണ്. ഇതൊരു ഓഫ് വൈറ്റ് സ്ട്രൈപ്ഡ് ആയിട്ട് വരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പ്യുവർ വൈറ്റ് അല്ല കേട്ടോ, ഒരു ക്രീം ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു സംഭവമാണ്. പ്ലെയിൻ ഷർട്ടാണ്, ഒരുപാട് ലെങ്ത് ഉള്ളതല്ല, നോർമൽ ലെങ്തേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെയുള്ളൊരു പ്രിൻ്റ് വരുന്നത് ഇങ്ങനെ ഒരു ടെഡി ബെയർ വരുന്നുണ്ട്. ഫുൾ ത്രെഡ് വർക്കാണ്, പക്ഷെ ഇത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഭയങ്കര നൈസ് മെറ്റീരിയലാണ്, നമുക്ക് ഇടുമ്പോൾ തന്നെ ഭയങ്കര സുഖമുള്ളൊരു മെറ്റീരിയലാണ്. സെക്കൻഡ് ഞാൻ കാണിക്കാൻ പോകുന്നത് എഗെയിൻ ഒരു ഷർട്ടാണ്. നെക്സ്റ്റ് ഐറ്റം. രണ്ടും മെറ്റീരിയൽ വ്യത്യാസമുണ്ട്, പക്ഷേ ഇത് നൈസൊരു കളറാണ്. ഒരു പീച്ചാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്, പീച്ച് ആൻഡ് പിങ്ക്. പക്ഷെ അതിൻ്റെ കൈയൊക്കെ കാണാൻ നല്ലൊരു രസം. ഇവിടെ ഒരു വെട്ടുണ്ട് ആൻഡ് വി ഹാവ് ദറ്റ് ഒരു ബട്ടൺ കൂടെ ഉണ്ട്. പക്ഷേ അത് ആക്ച്വലി നല്ലതാണ്. എല്ലാം റെഗുലർ ഫിറ്റാണ് കേട്ടോ, സ്ലിം ഫിറ്റോ അല്ലെങ്കിൽ ഓവർ സൈസ് ടീഷർട്ട്സ് ഒന്നുമല്ല. ഓവർ സൈസ് ഷർട്ട് മോഡൽസ് ഒന്നുമല്ല, നോർമൽ ഷർട്ട്സാണ്, നോർമൽ ലെങ്ത്താണ്. ആൻഡ് ഇതും അടിപൊളിയാണ്. ആക്ച്വലി ഞാൻ എൻ്റെ ഫോണിൻ്റെ ഒരു കവർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് ഫോട്ടോ എന്തെങ്കിലും കൊടുത്തേക്കാം കേട്ടോ. അതായത് നമ്മുടെ നോർമൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കവറും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് ഫ്രീ കിട്ടിയതാണ്. എനിക്കൊരു ഫുഡ് വെയർ വാങ്ങണമെന്നുണ്ടായിരുന്നു. സോ അത് ഞാൻ കാണിച്ചു തരാം. ഒരു വൈറ്റ് ഫുഡ് വെയർ ആണ്, എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു, പിന്നെ അത് ഉപയോഗിച്ച് കേട്ടായി. സോ ഇതാണ് ഫുഡ് വെയർ. കറക്റ്റ് സൈസാണ്. നമ്മൾ സൈസും കറക്റ്റൊക്കെ എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് വെയർ നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്താലും അടിപൊളിയാണ് കേട്ടോ. ഒരു റബ്ബർ ഫിനിഷ് പോലത്തെ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. ഹാർഡല്ല, ഒരിക്കലും ഹാർഡല്ല, ഭയങ്കര സോഫ്റ്റാണ്. അതിൻ്റെ സോള് ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ കാണുന്ന പോലെ എനിക്ക് മുന്നേ ഒരു വൈറ്റ് ഫുഡ് വെയർ ഉണ്ടായിരുന്നു. അതിൻ്റെ സോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ വുഡ് പോലെ ഇരിക്കും. അത് ഭയങ്കര ഹാർഡാണ്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ടേ 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 എന്നൊന്ന് ശബ്ദമാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഭയങ്കര സോഫ്റ്റാണ് അതിൻ്റെ സോള്. സോ അങ്ങനെയാണ് ഫുഡ് വെയർ. സോ ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ വൺ. ഇത് പക്ഷേ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മേടിച്ചാന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇതാണ് ലാസ്റ്റത്തെ മെറ്റീരിയൽ ലാസ്റ്റത്തെ എൻ്റെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹാൻഡ് ബാഗ്. ഇതും അതായത് നമുക്കിപ്പം ഇത് എൻ്റെ ഒരു ടേസ്റ്റ് അല്ല. നമ്മൾ ഓഫീസിലൊക്കെ നമുക്ക് പോകുമ്പോൾ ഓഫീസ് ബാഗ് പോലത്തെ ഒരു ബാഗാണ്, കാഷ്വൽ ബാഗ് എന്ന് എനിക്കിതിനെ പറയാൻ പറ്റില്ല. പക്ഷേ നല്ലതാണ് കേട്ടോ, കാണാൻ അത്ര മോശമൊന്നുമല്ല. കുറച്ച് നമ്മൾ ഷോൾഡർ ബാഗ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഈ വള്ളി എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. അതുപോലെ തന്നെ ഒറ്റ ഒരു കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ, ഇങ്ങനെ ഒരു ഒറ്റ കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. ആൻഡ് ഉള്ളിലൊരു പോക്കറ്റ് ഉണ്ട്. ആക്ച്വലി ഇങ്ങനത്തെ ഒരു ബോ ഉണ്ട്, അത് നമുക്ക് ഇവിടെ ഇങ്ങനെ കെട്ടാം. മനസ്സിലായോ? ഇങ്ങനെ കെട്ടിയിരിക്കാം. അപ്പോൾ അതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസ് പോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു ബോണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ എനിക്കിനി അബദ്ധം പറ്റിയത് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, സോ ഇനി നമുക്ക് സ്റ്റോറി പറയാം. എൻ്റെ ഇപ്പോൾ ഷെയ്ൻ ആപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം നമുക്കതിലൊരു ഓപ്ഷൻ ഉണ്ട്, റെഫർ ആൻഡ് ഏൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ലിങ്ക് നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കാം. അപ്പോൾ ആക്ച്വലി എനിക്കും ഒരു പോയിന്റ് ഏൺ ചെയ്യാം. അത് പക്ഷെ നമ്മൾ ഈ തെമൂലൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് നേരം അതിൽ കുത്തിയിരിക്കണം. അതായത് വാട്സപ്പ് വഴി ഷെയർ ചെയ്യണം, ടെക്സ്റ്റ് മെസ്സേജ് വഴി ഷെയർ ചെയ്യാം. അങ്ങനെ കുറേ പേര് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഔട്ട് ഓഫ് 100 ആ പോയിന്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് ഫ്രീ ആയിട്ട് കിട്ടും.
പക്ഷെ ആക്ച്വൽ അഡ്വാൻറ്റേജ് വരുന്നത് നമ്മൾ ഷെയർ ചെയ്യുന്ന ആളുണ്ടല്ലോ, അവരുടെ ഫോണിൽ ഷെയ്ൻ ആപ്പ് ഇല്ല എന്ന് വിചാരിക്കുക. സപ്പോസ് അവരുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അതിൽ ആക്ച്വലി ഒരു ഫ്രണ്ട് എനിക്ക് ആ ഒരു ലിങ്ക് ഷെയർ ചെയ്തപ്പം ഐ ട്രൈ ടു ഇൻസ്റ്റാൾ. അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പം എനിക്ക് ഓപ്ഷൻ വരും 5 items പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഐറ്റംസ് പിക്ക് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ അവർക്കൊരു റേഞ്ച് ഉണ്ടായിരിക്കും. അതായത് ഇതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 120 ആണെന്ന് തോന്നുന്നു, 110 ദിറംസിന് നമുക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം. മനസ്സിലായോ? 110 ദിറംസിന് നമുക്ക് എന്തോരം പർച്ചേസ് ചെയ്യാം, എന്തോരം പർച്ചേസ് ചെയ്യാം. അതായത് ഇപ്പോൾ 20 ദിറംസിൻ്റെ ഒരു 5 items എടുക്കാം, അപ്പോൾ 100 ആയില്ലേ. പിന്നെ ഒരു 7 or 8 ദിറംസിൻ്റെ എക്സ്ട്രാ എടുക്കാം. പക്ഷെ നമുക്ക് ആ ഒരു കാർട്ടിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള അത്രയും ഐറ്റംസ് ചെക്കൗട്ട് ചെയ്ത് നമുക്കത് ഡെലിവർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു കുറച്ചും കൂടി എമൗണ്ട് നമ്മൾ ഒരു 20 ദിറംസ് മോറിന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് അത് നമുക്കൊരു 130 എത്തിച്ചു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഓൾ ഓഫ് ദ ഐറ്റംസ്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഒരു ബുദ്ധി അനുസരിച്ച് നമുക്കത് കളിക്കാം. അപ്പോൾ ഞാൻ ആക്ച്വലി ആകെ പേ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു 21 ദിറംസ് എങ്ങാണ്ടാണ് ഞാൻ പേ ചെയ്തത്. കറക്റ്റ് ഓർമ്മയില്ല, 18 or 21 ദിറംസ് ആയിട്ട് ഞാൻ ആകെ പേ ചെയ്തിട്ടുള്ളൂ. അവിടെ നമുക്ക് ഒരു വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കിപ്പോൾ 5 products കിട്ടി, ചിലപ്പോൾ നിങ്ങൾക്ക് 5 products കിട്ടിക്കോളുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പ്രൈസ് ഉണ്ട്. സപ്പോസ് ഇതിനൊരു പ്രൈസ് അവർ വെക്കുന്നത് ലൈക്ക് ഒരു 60 ദിറംസ് ആണെന്ന് വെക്കാം. സോ ഇതിനൊരു 60 ദിറംസ്, അതുപോലെ ഈ ഷർട്ടിനൊരു 60 ദിറംസ് ആണെങ്കിൽ ഇറ്റ്സ് ഓൾറെഡി 120. ഓക്കെ, വി ജസ്റ്റ് നീഡ് ടു പർച്ചേസ് 1 more item ടു റീച്ച് ഇറ്റ് 130 ആവുന്ന വരെ റീച്ച് ചെയ്തതിന് ശേഷം നമുക്കത് കാർട്ടിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് വഴി പർച്ചേസ് ചെയ്യാം. പക്ഷെ ഞാൻ എന്താ അഡ്ജസ്റ്റ് ചെയ്ത് 1, 2, 3, 4 മാക്സിമം ഐറ്റംസ് മലയാളിയാണല്ലോ, ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഒരുപാട് ഏകദേശം ഞാനൊരു 3 മണിക്കൂർ, 2.5-3 മണിക്കൂറോളം, അതും ഒരു ഇത്തിരി ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റീഫ്രഷ്, അതെന്താ എനിക്ക് മാത്രം പറ്റുകയാണെന്ന് അറിയില്ല, ഓട്ടോമാറ്റിക് അത് റീഫ്രഷ് ആവും. പിന്നെ അത് വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ മുന്നേ സെലക്ട് ചെയ്ത സംഭവങ്ങൾ പോയി. അങ്ങനെ അതാണ് ഞാൻ ഹാൻഡ് ബാഗിൽ എനിക്കൊരു അബദ്ധം പറ്റിയത് തോന്നി. അതായത് ഫസ്റ്റ് ഞാൻ വേറൊരു ഹാൻഡ് ബാഗ്, അടിപൊളി എന്താ പറയുക, ഒരു ബീച്ച് വൈബൊക്കെ തരുന്ന നല്ല കുറച്ച് ഓവർ സൈസ്ഡ് ബാഗായിരുന്നു. ക്യാഷ്വൽ ആയിട്ടുള്ള എനിക്ക് കുറച്ച് ഓവർ സൈസ്ഡ് ബാഗ്സ് ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, റീഫ്രഷ് ആയി പോയപ്പോൾ അത് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി റീഫ്രഷ് ആവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തൽക്കാലം കിട്ടി, അതായത് ടൈം ഇങ്ങനെ കാണിക്കും ഇത്ര സെക്കൻഡ്സ്. പെട്ടെന്ന് ഞാൻ ഇതങ്ങ് ആഡ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു എനിക്കത് മാറ്റാൻ പറ്റുമല്ലോ. പക്ഷേ എനിക്ക് ആ മാറ്റാനുള്ള ഓപ്ഷൻ വന്നില്ല, പെട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എനിവേസ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ എന്ന് കരുതി അങ്ങനെ ഞാൻ പേ ചെയ്തതിന് ഞാൻ പറഞ്ഞില്ല 21 ദിറംസോ 18 ദിറംസോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് ഞാൻ കൊടുത്ത് പേ ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 5-6 ഡേയ്സിൻ്റെ ഉള്ളിൽ എനിക്ക് സാധനം കിട്ടി. പിന്നെ ഞാൻ വന്ന് നോക്കിയ സമയത്ത് ഇതെനിക്ക് കറക്റ്റായിരുന്നു, 2 ഷർട്ട്സും എനിക്ക് കറക്റ്റായിരുന്നു. എൻ്റെ ഫോൺ കവറും ഇറ്റ് വാസ് ഓക്കെ, നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ആക്ച്വലി ബാഗിൽ ഞാൻ അത്ര കണ്ട് സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ ഇപ്പോൾ കണ്ട് എനിക്കൊരു ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഈ ബാഗിൽ ഞാൻ അത്ര കണ്ട്, അപ്പോൾ ബാഗ് എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. എക്സ്ചേഞ്ച് ചെയ്യാൻ ഒരു ലിമിറ്റഡ് ഇതേ ഉള്ളൂ. അപ്പോൾ അതിൽ കണ്ടതിലൊക്കെ ബെറ്റർ എനിക്ക് ഇതായിട്ട് തന്നെ തോന്നി. ഇതൊരു പ്യൂർ ബ്ലാക്ക് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ എവിടെ ഇരുന്നോട്ടെ, എന്തായാലും അതാണ് നമ്മൾ വെറുതെ കിട്ടിയതാണല്ലോ അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഞാൻ വേറൊരു കാര്യം വിചാരിച്ചതെന്ന് വെച്ചാൽ, ഞാൻ മേടിച്ച ഈ ചെരുപ്പുണ്ടല്ലോ, ഇതെനിക്ക് ആക്ച്വലി ഒരു ഇച്ചിരി നീളം കൂടുതലാണ്. മേ ബി അത് നമുക്ക് സാധാരണ ഫുഡ് വെയർസ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒക്കെ നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഗ്രിപ്പ് കിട്ടാനായിട്ടുള്ള സാധനം അത് ഇതിനില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടക്കുമ്പോഴൊക്കെ കുറച്ച് നീളക്കുറവ്, വളരെ കുറവുള്ളൂ. മേ ബി ഞാൻ ഒരു സൈസ് ലെസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെനിക്ക് ടൈറ്റായി പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ ഇത് മാറ്റി വേറെ എന്തെങ്കിലും ഫുഡ് വെയർ മേടിക്കാൻ എഴുതിയിട്ട് ഞാൻ ഇതും എന്നാൽ ബാഗും റിട്ടേൺ കൊടുത്തതിന് ശേഷം ഞാൻ വേറെ പർച്ചേസ് ചെയ്താണെന്ന് കരുതി. പക്ഷേ അല്ല, ബാഗല്ല കേട്ടോ, ഇതും. പിന്നെ ആക്ച്വലി ഞാൻ ഇതേ ഒരു ഐഡിയ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വൺസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാനൊരു ലിങ്ക് ഹസ്ബൻഡിന് അയച്ചു കൊടുത്ത് പുള്ളിയുടെ ഫോണിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കുറച്ച് ഫ്രീ പ്രൊഡക്ട്സ് കിട്ടാമെന്ന് കരുതി. പക്ഷേ ആൾക്ക് ഇഷ്ടമായില്ല. അപ്പോൾ അതും റിട്ടേൺ ചെയ്യാൻ കരുതിയിട്ട് ഞാൻ അത് 2 കൂടെ റിട്ടേൺ ചെയ്തു. അപ്പോൾ പക്ഷേ താങ്ക് ഗോഡ് എനിക്ക് തോന്നുന്നു ഈ ഫുഡ് വെയറിനാകെ അവരുടെ ഓഫർ കഴിഞ്ഞതിന് ശേഷം, അതായത് ഇപ്പോൾ റിയൽ പ്രൈസ് 50 ആണെന്ന് വെച്ചോ, അവർക്ക് ചില സമയത്ത് ഓഫേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഓഫേഴ്സിലിപ്പോൾ ഈ 50 ക്രോസ് ചെയ്തിട്ട് അവർ ചിലപ്പോൾ 10 ദിറംസിനോ 12 ദിറംസിനോ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനാകെ എനിക്ക് തോന്നുന്നു ലെസ് ദാൻ 15 ദിറംസേ ഉള്ളൂ.
അപ്പം ഇതവർ റിട്ടേൺ ചെയ്ത് നമുക്ക് റീഫണ്ട് ചെയ്യാൻ ഒരു ഡെലിവറി ബോയിനെ വെച്ച് അവർ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് കാലങ്ങളിൽ അവർക്ക് നഷ്ടം തോന്നിക്കണം. അവരെൻ്റെ അടുത്ത് പറഞ്ഞു യു ഡോണ്ട് നീഡ് ടു റിട്ടേൺ ഇറ്റ്, യു ക്യാൻ കീപ്പ് ഇറ്റ്, പക്ഷെ നമ്മൾ എമൗണ്ട് റീഫണ്ട് ചെയ്യും. ഓ മൈ ഗോഡ്, ഭയങ്കരമായിട്ടുള്ള സന്തോഷം. അതായത് നമുക്ക് ചെരുപ്പ് കിട്ടുകയും ചെയ്തു, പ്ലസ് എനിക്ക് റീഫണ്ടും കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ ആളുടെ അതിന് പറഞ്ഞില്ല കേട്ടോ, കാരണം ആളുടെ ഞാൻ പറഞ്ഞില്ലേ, അതായത് എനിക്കും ആൾക്കും സെയിം കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ്. ആൾക്ക് പക്ഷെ 2 ഷർട്ട് എടുത്തപ്പോഴത്തേനും അത്രയും പ്രൈസായി. പക്ഷെ ആൾക്ക് ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പറഞ്ഞില്ല കേട്ടോ. ആളുടെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ റിട്ടേൺ കൊടുത്തപ്പോൾ എനിക്കൊരു ടോപ്പും ആൾക്കൊരു ഷർട്ടും ഉണ്ടായിരുന്നു. അത് രണ്ടും അവർ റിട്ടേൺ എടുത്തു. മേ ബി അതിൻ്റെ പ്രൈസ് കൂടുതലായിരുന്നിരിക്കാം. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഷെയ്നിൽ നിന്ന് ഇത്രയും പ്രൊഡക്ട്സ് ഈ ഒരു റേറ്റിന് കിട്ടാന്ന്, അതായത് ഒരു 18 ദിറംസിൽ ഇത്രയും 5 പ്രൊഡക്ട്സ് ഫ്രീ ആയിട്ട് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലാഭമാണ്. പിന്നെ നമ്മൾ സാധാരണ എന്താ പറയുക, ഇത്രയും വില കുറച്ച് നമ്മൾ മേടിക്കുന്ന സമയത്ത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സ് അല്ല. സോ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ഒക്കെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ബൈ.